Welcome to Political Science Class 8. Today we are going to study a remaining part of the lesson, Public Facilities. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാട്ടർ ആൻഡ് ദ പീപ്പിൾ ഓഫ് ചെന്നൈ, വാട്ടർ ആസ് പാർട്ട് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ലൈഫ്, ഈ രണ്ട് പാർട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ദ ഗവൺമെൻറ് റോൾ, വാട്ടർ സപ്ലൈ ടു ചെന്നൈ, സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ദ ഗവൺമെൻറ് റോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, the government's role. Given that public facilities are so important, someone must carry the responsibility of providing these to the people. This someone is the government. One of the most important functions of the government is to ensure that these public facilities are made available to everyone. Let us try and understand why the government must bear this responsibility. ഇപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ്. അതായത് എല്ലാവർക്കും പബ്ലിക് ഫെസിലിറ്റീസ് ലഭ്യമാണ് എന്നാണ് സർക്കാർ ഈ ഉത്തരവാദിത്തം നിർവഹിക്കണം. We have seen that private companies operate for profit in the market. അപ്പം സ്വകാര്യ കമ്പനികൾ ലാഭത്തിനായി പ്രവർത്തിക്കുന്നതായി നമ്മൾ കണ്ടു. സ്വകാര്യ കമ്പനികൾ ലാഭത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇൻ മോസ്റ്റ് ഓഫ് ദ പബ്ലിക് ഫെസിലിറ്റീസ് ദർ ഇസ് നോ പ്രോഫിറ്റ് ടു ബി ഹാഡ്. അപ്പം ഈ പബ്ലിക് ഫെസിലിറ്റീസ് പബ്ലിക് ചെയ്യുന്നത് അതിന് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഒന്നും ലഭിക്കുകയില്ല. എക്സാമ്പിൾ, ഈ പിന്നെ ഡ്രെയിൻസ് ക്ലീൻ ടു റണ്ണിങ് ആൻഡ് ആൻറ്റി മലേറിയ കമ്പയിൻ അങ്ങനെയൊക്കെ നടത്തുന്നില്ലേ. അപ്പോൾ ഈ സ്വകാര്യ കമ്പനികൾ ഇതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റുകളാണ് ഈ അഴുക്കുചാലുകളൊക്കെ വൃത്തിയാക്കുകയോ മലേറിയ ക്യാമ്പയിനൊക്കെ നടത്തുകയോ ഇതൊക്കെ ഇതിന് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഒന്നും കിട്ടുകയില്ല. ഇത് ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. സ്വകാര്യ കമ്പനിക്കാർക്ക് ഇതിൽ താല്പര്യവുമില്ല. ഇത്തരം ജോലികളൊന്നും അവർ ചെയ്യത്തില്ല. But for other public facilities such as schools and hospitals, private companies may well be interested. പക്ഷേ സ്കൂളുകളും ആശുപത്രികളും പോലുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ സ്വകാര്യ കമ്പനികൾക്ക് താല്പര്യമുണ്ട്. If you are living in a city, you will have seen private companies supplying water through tankers or supplying drinking water in sealed bottles. അപ്പം നമ്മൾ കാണുന്നത് സിറ്റിയിൽ താമസിക്കുമ്പം പ്രൈവറ്റ് കമ്പനിക്കാർ സിറ്റിയിൽ വെള്ളം കൊണ്ടു കൊടുക്കുന്നത് കാണാം അല്ലേ. ഒന്നുകിൽ ബോട്ടിലായിട്ടോ അല്ലെ ടാങ്കിലായിട്ടോ ഒക്കെ ആയിട്ട് കൊണ്ടു കൊടുക്കും. ഇത് ചില ആളുകൾക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ അല്ലേ. അപ്പം അതിൻ്റെ വിലയും വളരെ കൂടുതലായിരിക്കും. ഈ സൗകര്യം എല്ലാവർക്കും ലഭ്യമല്ല. അത് താങ്ങാനാവാത്ത ഒന്നാണ്. Okay. The right to life that the Constitution guarantees is for all persons living in the country. The responsibility to provide public facilities therefore must be that the government. അപ്പോൾ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. ഈ രാജ്യത്ത് താമസിക്കുന്ന വ്യക്തികൾ നൽകേണ്ട ഉത്തരവാദിത്വം അല്ലേ. അതിനാൽ ഈ പൊതു സൗകര്യങ്ങൾ സർക്കാരിൻ്റേതായിരിക്കണം. ഓക്കെ, വാട്ടർ സപ്ലൈ ടു ചെന്നൈ, ഈസ് ഇറ്റ് അവൈലബിൾ ടു ഓൾ? While there is no doubt that public facilities should be made available to all, in reality we see that there is a great shortage of such facilities. Water supply in Chennai, as we saw at the beginning of the chapter, is marked by shortage. Municipal supply meets only about half the need of the people of the city on an average. There are areas which get water more regularly than others. Those areas that are close to the shortage points get more water, whereas colonies further away receive less water. അപ്പം ഈ ജലവിതരണം പോലെ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ് ഈ പൊതു സൗകര്യം അല്ലേ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ
കൂടുതൽ വെള്ളം ലഭിക്കും. അതേസമയം കൂടുതൽ ദൂരെയുള്ള കോളനികളിലുള്ള സ്ഥലത്ത് വെള്ളം കുറവാണ്. അപ്പം ജലവിതരണത്തിൻ്റെ കുറവുകൾ കൂടുതൽ അനുഭവപ്പെടുന്നത് ആർക്കാണ്? പാവപ്പെട്ടവർക്കാണ്. ദ ബർഡൻ ഓഫ് ഷോർട്ട് ഫോൾസ് ഇൻ വാട്ടർ സപ്ലൈ ഫോൾസ് മോസ്റ്റ്ലി ഓൺ ദി പുവർ. പാവപ്പെട്ടവരാണ് ഇത് കൂടുതലായിട്ടും അനുഭവിക്കുന്നത്, അല്ലേ? The middle class, when faced with water shortages, are able to cope through a variety of private means such as digging borewells, buying water from tankers and using bottled water for drinking. അപ്പം ഇതൊക്കെ ഡിഗിങ് ബോർവെൽസ്, അതായത് ബൈങ് വാട്ടർ ഫ്രം വാട്ടർ ടാങ്കിൽ നിന്നും കുപ്പിവെള്ളമൊക്കെ മറ്റാളുകൾ യൂസ് ചെയ്യുന്നു. സമ്പന്നർക്ക് കൂടുതൽ ചോയ്സ് ഉണ്ട്, അവർക്ക് ഇങ്ങനെ കുപ്പിവെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പാവപ്പെട്ടവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല. Apart from the availability of water, access to safe drinking water is also available to some, and this depends on what one can afford. Once again, the wealthy have more choices thanks to the booming markets in bottled water and water purifiers. അപ്പം വെള്ളം ചിലർക്കൊക്കെ ലഭ്യമാണല്ലേ, സമ്പന്നർക്ക് കൂടുതലായിട്ടും ലഭിക്കുന്നുണ്ട്. അപ്പോൾ കമ്പോളത്തിൽ കുപ്പിവെള്ളം കുതിച്ചുയരുകയാണല്ലേ. അപ്പം ചിലർക്കിത് താങ്ങാനാവോ? അതുമില്ല. വാട്ടർ പ്യൂരിഫയറുകളും കുപ്പിവെള്ളവും ദരിദ്രർക്ക് താങ്ങാനാവത്തില്ല. വാസ്തവത്തിൽ അത് പണമുള്ള ആളുകൾക്ക് മാത്രമാണ് ഉള്ളത്. ഇൻ സെർച്ച് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ദ സിറ്റുവേഷൻ ഇൻ ചെന്നൈ ഈസ് നോട്ട് യുണീക്ക്. എ സിമിലർ scenario of shortages and acute crisis during the summer months is common to other cities of India. അപ്പോൾ ചെന്നൈയിലെ സ്ഥിതിക്ക് സമാനമായ ഒരു സാഹചര്യമാണ് ഈ വേനൽക്കാലത്ത് ക്ഷാമവും രൂക്ഷമായ പ്രതിസന്ധിയുമാണ് ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിൽ സാധാരണ കാണുന്നത്. The shortages in municipal water in increasingly being filled by an expansion of private companies who are selling water for profit. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഈ വെള്ളക്കുറവ്, ഈ സ്വകാര്യ കമ്പനികൾ അവർ ലാഭത്തിനായി വെള്ളം വിൽക്കുന്നു. ജല ഉപയോഗത്തിലെ ഏറ്റവും വലിയ അസമത്വമാണ് ഇത്. ദ സപ്ലൈ ഓഫ് വാട്ടർ per person in an urban area in India should be about 135 liters per day, a standard set by the Urban Water Commission, whereas people in slums have to make do with less than 20 liters a day per person. People living in luxury hotels may consume as much as 1600 liters വാട്ടർ പെർ ഡേ. അപ്പം ജലവിതരണം ഇന്ത്യയിലെ ഒരു നഗരപ്രദേശത്തെ ഒരാൾക്ക് 135 പ്രതിദിന ലിറ്റർ, ഏകദേശം 7 ബക്കറ്റ് വെള്ളം വരും. ചേരിയിലുള്ള ആളുകൾക്കോ സ്ലം ഏരിയയിലുള്ളവർക്കോ ഒരു വ്യക്തിക്ക് ദിവസം 20 ലിറ്റർ താഴെ മാത്രമാണ് വെള്ളം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആഡംബര ഹോട്ടലുകളിൽ താമസിക്കുന്ന ആളുകൾക്കോ പ്രതിദിനം 1600 ലിറ്റർ, അതായത് 80 ബക്കറ്റ് വെള്ളം ലഭിക്കും. സർക്കാരിൻ്റെ പരാജയം, മുനിസിപ്പാലിറ്റി വെള്ളത്തിൻ്റെ കുറവ് ആണ് ഇതിന് കാരണം. എ ഷോർട്ടേജ് ഓഫ് മുനിസിപ്പൽ വാട്ടർ ഈസ് ഓഫൻ ടേക്കൻ ആസ് എ സൈൻ ഓഫ് എ failure of the government. Some people argue that since the government is unable to supply the amount of water that is needed, and many of the municipal water departments are running at a loss. അപ്പം മുനിസിപ്പൽ ജലവകുപ്പുകളിൽ പലതും നഷ്ടത്തിലാണ്. അതുകൊണ്ട് സ്വകാര്യ കമ്പനികൾ ഏറ്റെടുത്താൽ അവർ മികച്ച പ്രകടനങ്ങളൊക്കെ നടത്തുവാനായിട്ട് കഴിയും. കൺസിഡർ ദ ഫോളോവിങ് ഫാക്ട്സ്. Throughout the water supply, world water supply is a function of the government. There are very few instances of private water supply. അപ്പോൾ ലോകം മുഴുവൻ ജലവിതരണം നടത്തുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫങ്ഷനാണ്. അപ്പോൾ സ്വകാര്യ ജലവിതരണം വളരെ കുറവാണ്. പൊതുജല ലഭ്യമാകുന്ന പ്രദേശങ്ങൾ ലോകത്തുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കഥ പറയുന്നത് പബ്ലിക് വാട്ടർ സപ്ലൈ ഇൻ പോർട്ടോ അലേഗ്രെ. ഇപ്പം ബ്രസീലിലെ ഒരു നഗരമാണ് പോർട്ടോ അലേഗ്രെ എന്ന് പറയുന്നത്. ഈ നഗരത്തിൽ ധാരാളം പാവങ്ങളുണ്ടെങ്കിലും അവർക്ക് ശിശു മരണ
നിരക്ക് തീരെ കുറവാണ്. എന്തുകൊണ്ടാണ്? നഗരത്തിലെ ജലവകുപ്പ് സുരക്ഷിതമായ വെള്ളമാണ് അവിടെ കൊടുക്കുന്നത്. സാർവത്രിക പ്രവേശനം നേടി അവിടെ, അല്ലേ? അതുകൊണ്ടാണ് അവിടെ യൂണിവേഴ്സൽ ആക്സസ് എന്ന് പറയും. അപ്പം നഗരത്തിലെ ജലവകുപ്പ് സുരക്ഷിതമായ വെള്ളമാണ് കൊടുക്കുന്നത്. ജലത്തിൻ്റെ ശരാശരി വില താഴ്ന്നതും പാവപ്പെട്ടവർക്ക് അടിസ്ഥാന നിരക്കിൽ പകുതി ഈടാക്കുന്നതുമാണ്. അപ്പം ഇത് കാരണം അവിടെ ശിശു മരണനിരക്ക് തീരെ കുറവാണ്. In a few cases, where the responsibility for water supply was handed over to private companies, there was a steep rise in the price of water, making it unaffordable for many. ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ജലവിതരണത്തിൻ്റെ ഉത്തരവാദിത്തം സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നു. ഇപ്പം ജലത്തിൻ്റെ വിലയിലെ വർധനവ് കുത്തനെ ആണ്. അത് താങ്ങാനാവാത്തതാകുന്നു. പലയിടത്തും നഗരങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ കണ്ടു, കലാപങ്ങളൊക്കെ പൊട്ടി പുറപ്പെട്ടു. ബൊളീവിയ പോലുള്ള സ്ഥലങ്ങളിൽ സർക്കാരിനെ തിരിച്ചെടുക്കാൻ നിർബന്ധിക്കുന്നു. അതായത് പബ്ലിക് തന്നെ ജലവിതരണത്തിൻ്റെ കാര്യം ഏറ്റെടുക്കണമെന്ന്. ഓക്കെ, വിത്തിൻ ഇന്ത്യ there are cases of success in government water department through these are few in number and limited to certain areas of the work. ഇപ്പോൾ ഇന്ത്യയിൽ സർക്കാരിൻ്റെ വിജയകരമായ കേസുകളുണ്ട്. ജലവകുപ്പുകളുടെ ഇവയുടെ എണ്ണം വളരെ കുറവാണെങ്കിലും ജോലികളൊക്കെ ചില മേഖലകളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ജലവിതരണത്തിൽ മുംബൈയിലാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, മുംബൈ റേസസ് ഇനഫ് മണി, അതായത് ജലവിതരണത്തിന് മുംബൈയിലെ വകുപ്പ് ആവശ്യത്തിന് പണം സ്വരൂപിക്കുന്നുണ്ട്. വെള്ളം വിതരണം ചെയ്യുന്ന ചെലവുകളൊക്കെ വഹിക്കാനായിട്ട്, അതായത് വാട്ടർ ചാർജ്. ഇപ്പോൾ ഹൈദരാബാദിൽ അതുപോലെ തന്നെ മെച്ചപ്പെട്ട് വരുന്നു. വരുമാനത്തിൽ വർധനമുണ്ടാകുന്നു. അവർ മഴവെള്ളം സംഭരണം, അതായത് ഭൂഗർഭ ജലത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. അപ്പം അതുപോലെ തന്നെ സർക്കാർ വാട്ടർ ടാങ്കുകളുടെ നിരക്ക് നിർണ്ണയിക്കുകയും അവ നൽകുകയും ഒക്കെ ചെയ്തു. ഇവരെയാണ് ഓൺ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്കി സാനിറ്റേഷൻ ഫെസിലിറ്റീസ്. ഓക്കെ, ബിസൈഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ ഈസ് എ മസ്റ്റ് ഇൻ പ്രിവെൻഷൻ ഓഫ് വാട്ടർ ബോൺ ഡിസീസ്. അതായത് സുരക്ഷിത കുടിവെള്ളത്തിനുള്ള പുറമെ ജലജന്യ രോഗങ്ങൾ തടയുന്നതിന് ശുചിത്വം അനിവാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ശുചിത്വ കവറേജ് ജലത്തിനേക്കാൾ കുറവാണ്. ഇന്ത്യയിലെ 68% കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാണ്. 2001 കണക്ക് കാണിക്കുന്ന എത്രയാണ്? 36% പേർക്കും ശുചിത്വം സൗകര്യമുണ്ട്. ഇപ്പം ഗ്രാമീണ നഗരപ്രദേശങ്ങളിലെ ദരിദ്രർക്കാണ് സൗകര്യം കുറവുള്ളത്. ഇപ്പം ഇന്ത്യയിലെ താഴ്ന്ന ജാതിയിലുള്ള വരുമാനം അവർക്ക് തീരെ കുറവാണ്. അപ്പം അവർക്ക് ശുചിത്വ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു. ഓക്കെ, ഇവിടെ പറയുന്നത് 7500 അധികം പൊതു ടോയ്ലറ്റുകളും 1.2 ദശലക്ഷം സ്വകാര്യ ടോയ്ലറ്റുകളും നിർമ്മിച്ചു. 10 ദശലക്ഷം ആളുകൾക്ക് ഇവിടെ ശുചിത്വ പ്രവേശനം ലഭിക്കുന്നു. അതുപോലെ തന്നെ സുലഭ സൗകര്യം ഉപയോഗിക്കുന്നവർ ഭൂരിഭാഗവും പാവപ്പെട്ട തൊഴിലാളി വർഗ ആണ്. നിർമ്മാണത്തിനായിട്ട് മുനിസിപ്പാലിറ്റികളോ മറ്റ് പ്രദേശ അധികാരികളോ സുലഭ കരാറിൽ ഏർപ്പെടുന്നു. സർക്കാർ ഫണ്ടുള്ള ടോയ്ലറ്റ് ബ്ലോക്കുകൾ, പ്രാദേശിക അധികാരികളാണ് സ്ഥലം സജ്ജമാക്കുന്നത്. അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്നതിനും ധനസഹായം ചെയ്യുന്നു. ഉദാഹരണമായി നഗരത്തിലെ ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നതിന് 1 രൂപ ഈടാക്കും. അപ്പോൾ അതിൽ നിന്നും പൈസ ലഭിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ മനസ്സിലായോ? ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.